സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമുക്കേവർക്കും നൽകി തരുവാൻ പിതാവിന് മനസ്സായി. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ദൈവം നമുക്ക് തന്നത് തൻ്റെ മകനെയാണ്. തന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തിയത് കാൽവറിയിലാണ്. നാം മരിക്കേണ്ടതിന് പകരം യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെടുമ്പോൾ അത് പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. അതെ, ദൈവം നമുക്ക് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമുക്കെല്ലാവർക്കും നൽകി തന്നു. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പുത്രനോടുകൂടെ അവൻ സകലവും നൽകിത്തരും. പുത്രനെ തരാൻ ദൈവത്തിന് മനസ്സായെങ്കിൽ യേശുവിനോടുകൂടെ അവൻ ഇന്ന് പകൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകിത്തരും. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ലോകത്തോട് ചോദിച്ചാൽ ലോകം ഒരേ സ്വരത്തിൽ പറയും, ദാരിദ്ര്യമാണ് ആ വലിയ പ്രശ്നം. അപ്പോൾ തന്നെ ചിലർ പറയുന്നു, തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. മറ്റു ചിലർ പറയുന്നു, അതിനേക്കാളും വലിയ പ്രശ്നം ക്യാൻസറാണ്. ചില മാരക രോഗങ്ങൾ മാനവകുലത്തെ കാര്യമായി ബാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം നേടാൻ ഈ ഭൂമിയിലെ മനുഷ്യർ കിടഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിപ്പാനുള്ള മാർഗങ്ങളെ അവർ കണ്ടെത്തുകയാണ്. അതെ, അത് കണ്ടെത്തുന്നതിൽ ഒരു പരിധിവരെ മനുഷ്യൻ വിജയിക്കുന്നുണ്ട്. അതെ, എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ സകല മനുഷ്യരും തോൽവി സമ്മതിക്കുന്നൊരു പ്രശ്നമുണ്ട്. അതാണ് മരണം. രോഗിയാണേലും ആരോഗ്യമുള്ള വ്യക്തിയാണേലും, ഈ ഭൂമിയിലെ ദരിദ്രനാണെങ്കിലും സമ്പന്നനാണെങ്കിലും എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരിക്കൽ മരണമെന്ന ശത്രുവിന് മുൻപിൽ കീഴടങ്ങേണ്ടി വരും. മരണമെന്ന വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എന്നാൽ മരണത്തിന് എന്ത് പരിഹാരമാണ് മനുഷ്യൻ കണ്ടെത്തിയത്? ഒരു പരിഹാരമില്ല. മനുഷ്യനുണ്ടായ നാൾ മുതൽ ഇന്ന് വരെയും സകല മനുഷ്യരും മരണത്തിന് കീഴടങ്ങുകയാണ്. മരണം ഒരു വലിയ ശത്രുവാണ്. മരണം ഒരു വലിയ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കിയപ്പോൾ ദൈവം കണ്ട വലിയ പ്രശ്നം ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ രോഗമോ ഒന്നും ആയിരുന്നില്ല. അതിനേക്കാളൊക്കെ വലുതായ മരണത്തെ ദൈവം വലിയ പ്രശ്നമായി കണ്ടു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷിപ്പാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടതെന്നറിയാമോ? നാം മരിക്കേണ്ടതിന് പകരമായി പാപത്തിൻ്റെ ശമ്പളമായ മരണം പുത്രൻ തമ്പുരാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചതിലൂടെ ഇന്ന് പകൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മരണത്തെ ജയിച്ചിരിക്കുകയാണ്. തന്നെ വിശ്വസിച്ചവരോട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഏറ്റവും വലിയ ശത്രു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് സുവിശേഷമാണ്. നിങ്ങളുടെ പരിശ്രമം കൊണ്ടല്ല, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, ദൈവം തന്നെ ഈ പ്രശ്നത്തിന്മേൽ ഇടപെട്ടിരിക്കുന്നു. ദൈവം തന്നെ ഇത് പരിഹരിച്ചിരിക്കുകയാണ്. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞതിലൂടെ പിതാവായ ദൈവം നമുക്ക് പാപമോചനവും നിത്യജീവനും നൽകിയിരിക്കുകയാണ്. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.